അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കൂർക്കയൊക്കെ നന്നാക്കി ഒരുപാട് സമയം കളയാതെയും കയ്യിൽ കറയൊക്കെ ആവാതെ എളുപ്പത്തിൽ കൂർക്ക എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കൂർക്ക നന്നായിട്ട് മണ്ണൊക്കെ പോകുന്നത് വരെ കഴുകിയെടുക്കുക. അപ്പോൾ ഇതിലും കൂടുതൽ മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂർക്കയിൽ. അപ്പം ഞാൻ നേരത്തെ കഴുകി കളഞ്ഞായിരുന്നു. പകുതി എത്തിയപ്പോഴാണ് ഓർത്ത വീഡിയോ പിടിക്കാമെന്ന്. അപ്പോൾ മുക്കാലും മണ്ണൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി കളഞ്ഞു. അപ്പോൾ ഇതിൽ അധികം കഴുകിയെടുക്കാനില്ല കേട്ടോ. അപ്പോൾ നേരത്തെ കഴുകിയെടുത്തപ്പോൾ ഞാൻ നന്നായിട്ട് തിരുമ്മി കഴുകി. അത് കാരണം കുറച്ച് തൊലിയൊക്കെ വിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ മണ്ണൊക്കെ പോകുന്നവരെ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ സിങ്കിൽ പോയി ഇതേപോലത്തെ ഒരു അരിപ്പയാണ് കേട്ടോ വച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരിപ്പ വച്ചിട്ട് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് വെച്ചാൽ പിന്നെ ഞാനിപ്പോൾ കൈ കൊണ്ട് സിങ്കിൽ നിന്ന് വേസ്റ്റ് വാരാറില്ല കേട്ടോ. സിങ്കിൽ നിന്ന് വേസ്റ്റ് വാരണ ഒരു കാര്യം ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഈ അരിപ്പ വെച്ചാൽ പിന്നെ സിങ്ക് ബ്ലോക്ക് ആവാറില്ല. നന്നായിട്ട് വേസ്റ്റൊക്കെ നമുക്ക് കളയാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടിയും കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മണ്ണൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കൂർക്കയുടെ ഒരു കളറ് ആയിട്ടുള്ള വെള്ളമാണത്, മണ്ണൊന്നുമില്ല അതിൽ. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പിട്ട് വേവിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണത് കൊണ്ട് എന്താ ലാഭമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്ക ഒറ്റയടിക്ക് വേവുകയും ചെയ്യും. നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. മറ്റേതാവുമ്പം തൊലി കളഞ്ഞെടുക്കാൻ കുറേ സമയം ഇരിക്കണം, പിന്നെ വേവിക്കണം. അപ്പോൾ ഒരുപാട് സമയ ലാഭമുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും. പിന്നെ അത് തന്നെയല്ല, കയ്യിൽ നിറച്ചും കറയാവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കൂർക്ക വന്നിട്ടുണ്ട്. ചില കൂർക്ക മൂക്കാത്ത കൂർക്കയായിരിക്കും, അപ്പോൾ ഒരു വിസിൽ കൊണ്ട് വേവും. ഇതൊരു 2 വിസിലൊക്കെ ആയിട്ട് വേവാനായിട്ട്. അപ്പം ഞാനത് അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് വെള്ളമൊക്കെ ഊറ്റിക്കളയാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂർക്ക വേവാൻ വെച്ച സമയം കൊണ്ടും കൂർക്ക ഒലത്താനുള്ള സവാള വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ തൊലി കളയുമ്പോൾ കൈയൊക്കെ പൊള്ളും. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ കത്തിയൊന്നുമില്ലാതെ കൈകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ വേഗം വേഗം ഇതിൻ്റെ തൊലിയെ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്. ഒറ്റയടിക്ക് വേവുകയും ചെയ്ത് തൊലി കളയാനും സുഖമാണ് കേട്ടോ. അതിൻ്റെ ഒരു നാര് പോലത്തെ ഭാഗമൊക്കെ ഉണ്ടാവും. അതെല്ലാം വെന്ത് കഴിയുമ്പോൾ കളയാനായിട്ട് എളുപ്പമാണ്. നമ്മൾ പച്ചന നന്നാക്കുമ്പോൾ നാരൊക്കെ ചെത്തി കളയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ കൂർക്കയും നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം കേടാണ്. അപ്പം നമുക്ക് പൊളിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പം നമുക്കത് മാറ്റിയിടാം. ബാക്കി എല്ലാം ഇതേപോലെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ വലുതൊക്കെ ഞാൻ ആദ്യം നന്നാക്കി എടുത്തിട്ടു. അപ്പോൾ ഇനി ചെറുതാക്കിയാണ് നന്നാക്കി എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പച്ചന നന്നാക്കുകയാണെങ്കിൽ
തീരെ ചെറുതൊക്കെ നന്നാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പച്ചനെ നന്നാക്കി കൊണ്ടിരുന്നപ്പോൾ ചെറുതൊക്കെ കളയും കേട്ടോ, നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇങ്ങനെ നന്നാക്കി എടുക്കുന്നത് കൊണ്ട് എല്ലാ ചെറുതും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തൊലി കൈ കൊണ്ട് തന്നെ തെന്നിച്ച് മാറ്റി വേഗം നന്നാക്കി എടുക്കാം കേട്ടോ. എത്ര ചെറിയ കൂർക്കയാണെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നന്നാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം നന്നാക്കി തീരാറായിട്ടു. അപ്പോൾ അതിനിടയിൽ ഞാൻ കൂർക്ക വലത്താനുള്ള വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളിയും സവാള ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്ത് ചെറിയ തീയിലിട്ട് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നാക്കി തീരുമ്പോഴത്തേക്കും ഇതിരുന്ന് മൂത്ത് വന്നോളും. അപ്പോൾ കൂർക്കയൊക്കെ കൊളുത്തുമ്പോൾ വെളുത്തുള്ളി ഇടണം നല്ലതാണ് കേട്ടോ, ഗ്യാസുള്ള സാധനമാണ്. അപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി പൊടി പോലത്തെ 2-3 കൂടി ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നന്നാക്കുകയാണെങ്കിൽ എത്ര പൊടി കൂർക്ക വേണമെങ്കിലും നമുക്ക് നല്ല എളുപ്പത്തിൽ നന്നാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും കറയായിട്ടില്ല, നല്ല ക്ലീനായിട്ട് കയ്യൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റോണ്ട് നന്നാക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, കയ്യൊക്കെ ആകെ ചുമന്നിരിക്കും. ഇതാവുമ്പോൾ കറിയൊന്നും ആവേയില്ല, വളരെ എളുപ്പവുമാണ്. നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ കൈയെടുക്കുക വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ തൊലിയൊക്കെ നന്നാക്കിയിട്ടേക്കണേലൊക്കെ ആവില്ല കേട്ടോ. അപ്പോൾ എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ വലിയ കൂർക്കയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് എടുക്കാം. അപ്പോൾ കത്തി കൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. അതാകുമ്പോൾ വേഗം പണിയും കഴിയും. അപ്പോൾ നന്നായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ കൂർക്കയൊക്കെ ഒടിച്ച് എടുത്തതിന് ശേഷം ഉള്ളിയിലേക്ക് ഞാൻ ചതച്ച മുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മുളകുള്ളൂ, അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പില അതൊക്കെ അധികം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവറാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു ചമ്മന്തിക്കായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കൂർക്ക കൊളുത്തിയതും ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറൊക്കെ കഴിക്കാം. അപ്പോൾ കൂർക്കയിൽ ഉപ്പൊക്കെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞാൽ ഉപ്പൊക്കെ കൂർക്കയിൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ഉള്ളിയും മുളകും മൂപ്പിക്കുന്നതിലേക്ക് കുറച്ച് ഉപ്പ് കൊണ്ടുവന്നിടാം കേട്ടോ. ഇനി മുളക് ചതച്ചിട്ടത് കുറവായതുകൊണ്ട് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തതാണ്. നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ കൂർക്ക അതിലേക്ക് ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചമ്മന്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കൂർക്ക കൊളുത്തിയതും ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉള്ളിയും മുളകും മൂപ്പിച്ചതിലേക്ക് കൂർക്ക ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂർക്കയൊക്കെ നന്നായിട്ട് ഉലത്തിയെടുത്തിട്ടുണ്ട്, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കറി കൂർക്ക കൊളുത്തിയതും ചമ്മന്തിയാണ്. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് തിന്നാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താലാണ് വീഡിയോ ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തപ്പെടുള്ളൂ.